മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നുവെന്ന് പറയുന്നുണ്ട്. വത്തിക്കാനിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി ആയിരങ്ങൾ തടിച്ചുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപകടനില തരണം ചെയ്തു എന്ന് പറയാനായോ ജെയിംസ് സാർ? ഹാഷ്മി, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. ക്രിട്ടിക്കൽ എന്നുള്ള വാക്ക് അവരുടെ ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഗുരുതരമാണ് എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറയുന്നില്ല. പക്ഷേ അവർ പറയുന്നത് അപകടനില തരണം ചെയ്തിട്ടില്ല. കാരണം 2 ശ്വാസകോശത്തിലും ഇപ്പോഴും അണുബാധയുണ്ട്. അത് രക്തത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുകയും അദ്ദേഹം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അപകടനില തരണം ചെയ്യണമെങ്കിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏത് സമയവും ഈ മെച്ചപ്പെട്ട ആരോഗ്യനില വഷളാവാൻ സാധ്യതയുണ്ടെന്ന് കൂടി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല. അതിനിടയിൽ മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ വാർത്തകളിൽ നിറയുന്നുണ്ട്. ഈ മാർപ്പാപ്പമാരിൽ ഒരു പൈസ പോലും ശമ്പളം വാങ്ങാത്ത മാർപ്പാപ്പ ആണെന്നാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തു വരുന്നത്. $32,000 ഓരോ മാർപ്പാപ്പമാർക്കും ശമ്പളം ഉണ്ട്. പക്ഷേ ശമ്പളം വാങ്ങുന്നില്ല. അദ്ദേഹം കർദിനാളായിരുന്ന കാലത്തും ശമ്പളം വാങ്ങാറില്ല. സാധാരണ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, ഒറ്റമുറിയിലാണ് താമസിച്ചിരുന്നത്, സ്വന്തം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. ഏതാണ്ട് അതേ രീതിയിൽ ഈ പേപ്പൽ അല്ലെങ്കിൽ പോപ്പായ ശേഷവും അതിൻ്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നില്ല. വളരെ മാറി ഒരു ഗസ്റ്റ് ഹൗസിലെ ചെറിയ മുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ജെസ്യൂട്ട് കാരുടെ ഒരു ഇതുണ്ട്, സിംപ്ലിസിറ്റി, ലാളിത്യം, ദാരിദ്ര്യം, ഇതൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന മാർപ്പാപ്പയെക്കുറിച്ച് വലിയ താല്പര്യമാണ് ലോകമെമ്പാടുമുള്ള ആൾക്കാർക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥനകൾക്കായിട്ട് റോമിലും വത്തിക്കാനിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓൾറെഡി പ്രാർത്ഥനകളൊക്കെ 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റു മതവിഭാഗങ്ങളിലും ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ രീതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗസയിലെ ഇസ്രായേൽ യുദ്ധത്തിനെതിരെ അതിശക്തമായി പാലസ്തീനോടൊപ്പം നിന്ന ആളാണ് മാർപ്പാപ്പ. അതുപോലെ തന്നെ യൂറോപ്പിലേക്ക് വന്ന ഇസ്ലാം മതവിശ്വാസികളാണ് കൂടുതലായിട്ട് അഭയാർത്ഥികളായിട്ട് എത്തിയത്. അവരെ തടഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടിനെതിരെ അതികർക്കശമായ നിലപാടെടുക്കുകയും താനൊരു അഭയാർത്ഥിയാണ്, ജാതിയും മതമല്ല നോക്കേണ്ടത്, അഭയാർത്ഥികളെയും പാവപ്പെട്ടവരെയും യൂറോപ്പിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് കടുത്ത നിലപാടെടുത്തൊരു മാർപ്പാപ്പ കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ലോകമെമ്പാടും വലിയ ആശങ്ക പടരുന്നത്. 88കാരനാണ് പ്രായമായി. എങ്കിലും ഇങ്ങനൊരു മാർപ്പാപ്പ 2000 വർഷത്തെ ചരിത്രത്തിൽ പാവങ്ങളുടെ പക്ഷം ചേരുന്ന ഒരു മാർപ്പാപ്പ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഹാഷ്മി, താങ്ക് യു ജെയിംസ് സാർ. അപ്പോൾ എന്തായാലും മാർപ്പാപ്പ അതിവേഗം ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ സജീവമാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു മാനവരാശിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മതനേതാവാണ്. മനുഷ്യന് വേണ്ടി നിൽക്കുന്ന അങ്ങേയറ്റം മനുഷ്യന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൊക്കെ അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി, സഹനം അനുഭവിക്കുന്നതിന് വേണ്ടിയൊക്കെ ശക്തിയുക്തം നിൽക്കുന്ന ഒരു പാപ്പയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് മടങ്ങി വരട്ടെ.